വയനാട് DCC ട്രഷറർ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണാ കേസിൽ നിർണായകമായി എം വിജയന്റെ ഡയറി കുറിപ്പുകൾ. അർബൻ ബാങ്കിൽ നിയമനത്തിനു വേണ്ടി സ്വരൂപിച്ച പണം IC ബാലകൃഷ്ണന് നൽകിയതായി കുറിപ്പ്. KK ഗോപിനാഥനും ND അപ്പച്ചനും പണം നൽകിയതായും ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. അനൂപ് ചേരുന്നു. അനൂപ്, എന്തൊക്കെയാണ് ഈ ഡയറി കുറിപ്പുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ പ്രേരണ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പ്രതികൾ നൽകിയിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് ഇന്ന് അത് പരിഗണിക്കുമ്പോൾ ഇന്ന് വിശദമായ കേസ് ഡയറി പോലീസിനോട് ഹാജരാക്കാൻ കോടതി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1000 പേജുള്ള കേസ് ഡയറി കോടതിയിൽ പോലീസ് ഹാജരാക്കി. ഈ കേസ് ഡയറിയിലാണ് ഗുരുതരമായി IC ബാലകൃഷ്ണനെ പ്രത്യക്ഷത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന നിർണായകമായ വിവരങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള പരാമർശങ്ങളുള്ളത്. അതിൽ പ്രധാനം പോലീസ് നൽകിയ കേസ് ഡയറിയെ പ്രധാനം അർബൻ ബാങ്ക് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലരിൽ നിന്നും കൈവശം എത്തിയതായും ആ തുക ചില വ്യക്തികളുടെ കൈവശം അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രതിസ്ഥാനത്തുള്ള വ്യക്തികളുടെ പേരിൽ നൽകിയതായുമുള്ള നിർണായകമായ ഡയറി കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ ഡയറി കുറിപ്പുകൾ പോലീസ് അദ്ദേഹത്തിന്റെ വീട് എം വിജയന്റെ വീട് പരിശോധിച്ച് നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഫോണുകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിൽ ഡയറി കുറിപ്പുകളാണ് പ്രധാനമായും ഉള്ളത്. ആ ഡയറി കുറിപ്പുകളിൽ ഈ പറയുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ എം വിജയൻ എഴുതി വെച്ചിരുന്നു എന്നതാണ് നിർണായകമായ തെളിവായി ഇപ്പോൾ പുറത്തു വരുന്നത്. IC ബാലകൃഷ്ണനെ ആളുകൾ അഭിസംബോധന ചെയ്യുന്ന തരത്തിൽ IC, ICB, ICMLA തുടങ്ങിയ ചുരുക്കപ്പേരുകൾ രേഖപ്പെടുത്തി ഏൽപ്പിച്ചു നൽകിയതായി ഡയറി കുറിപ്പിൽ കണ്ടിട്ടുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ ആ വിധത്തിലാണ് പോലീസ് കേസ് ഡയറിയുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചിരിക്കുന്ന വിവരം. കൂടാതെ ഈ കേസിൽ പ്രതിസ്ഥാനത്തുള്ള ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലേന്ദ്രൻ എന്നിവർക്കും തുക ഏൽപ്പിച്ച കാര്യവും ആ വിധത്തിൽ ND അപ്പച്ചന്റെ ND, അതോടൊപ്പം KK ഗോപിനാഥന്റെ KKG, അതോടൊപ്പം PV ബാലേന്ദ്രന്റെ PV എന്ന് തുടങ്ങിയ ചുരുക്കപ്പേരുകളിൽ ആ ഡയറി കുറിപ്പുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ഡയറി കുറിപ്പുകൾ ഉൾപ്പെടെയാണ് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചത്. ഏതായാലും ആ വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കേസ് ഡയറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുരുതരമായ തെളിവുകൾ, അല്ലെങ്കിൽ ഗുരുതരമായ IC ബാലകൃഷ്ണനെതിരെ ഉള്ള ഗുരുതരമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കേസ് ഡയറിയിലെ വിവരങ്ങളാണ് ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. ആ പുറത്തു വരുന്ന വിവരങ്ങളിലെല്ലാം തന്നെ ഈ ലക്ഷക്കണക്കിന് രൂപ അർബൻ ബാങ്കിൽ നടത്തിയ അഴിമതിയിൽ എം വിജയൻ മുഖേന ഈ പ്രതിസ്ഥാനത്തുള്ളവർക്ക് നൽകിയിട്ടുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നാണ് ഈ കേസിൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ചില ഫോൺ സംഭാഷണങ്ങളും കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ND അപ്പച്ചനും എം വിജയനും തമ്മിൽ സംസാരിക്കുന്ന പണമിടപാടുകൾ സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങളുമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ പോലീസ് റിപ്പോർട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുൻപാകെ എത്തിയത്. മുൻകൂർ ജാമ്യാപേക്ഷയുടെ അത് ആ വിധത്തിൽ അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള അത്തരത്തിൽ ശക്തമായുള്ള തെളിവുകളാണ് ഇതെന്ന് നാം പറയേണ്ടി വരും. കാരണം എം വിജയൻ ഈ ആത്മഹത്യാ കുറിപ്പുകളിൽ മാത്രമല്ല, അദ്ദേഹം സ്വകാര്യമായി എഴുതി സൂക്ഷിച്ച വിവിധ രേഖകളിൽ, വിവിധ കുറിപ്പുകളിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡയറിയിൽ ഉൾപ്പെടെ ഇത്തരം വിവരങ്ങളെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇന്ന് സമർപ്പിച്ച കേസുകാരിലുള്ളത് ഇത് മുൻനിർത്തിയായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ വാദം. ഏതായാലും 18-ാം തീയതി വിധി വരാനിരിക്കെയാണ് ഈ കേസ് ഡയറിയിലെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൃത്യമായും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്ക് താൻ സ്വരൂപിച്ച പണം നൽകി എന്നുള്ള ഡയറി കുറിപ്പുകളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ആ ഡയറി ഉൾപ്പെടെയാണ് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അനൂപ്, ഈ IC ബാലകൃഷ്ണന്റെ ആത്മഹത്യാ കുറിപ്പ്, ആ കത്ത്, അതിൽ സംശയം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ഇപ്പോൾ മറ്റൊരു തെളിവ് കൂടി, ശക്തമായ തെളിവ് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഡയറിയിൽ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു തെളിവല്ല, ഇപ്പോൾ ഒന്നിലധികം തെളിവുകൾ പുറത്തേക്ക് വരികയാണ്. തീർച്ചയായും ഇന്നലെയുമായി നടന്ന പ്രതിഭാഗം വാദത്തിൽ പ്രധാനമായും പരാമർശിച്ച ഈ കേസിലെ നിർണായകമായ ആത്മഹത്യാ കുറിപ്പ് സംബന്ധിച്ചുള്ള അതിന്റെ ആധികാരികത സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് പ്രധാനമായും പ്രതിഭാഗം ഉയർത്തിയത്. ഇത് മുൻപേ എഴുതിയ കത്താണ്. ആ കത്തിൽ പരാമർശങ്ങൾ, തുക നൽകിയ വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വ്യക്തതയില്ല തുടങ്ങിയ വാദങ്ങളാണ് പ്രധാനമായും പ്രതിഭാഗം
ഉയർത്തിയത്. എന്നാൽ അതിനെ ശക്തമായി തന്നെ പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചു. പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ ഈ വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയെ ബോധിപ്പിച്ചു. അത് പ്രധാനമായും അത്തരം വാദം നിന്നത് ഈ കേസ് ഡയറിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഫോൺ സംഭാഷണങ്ങളുണ്ട്, ഡയറി കുറിപ്പുകളുണ്ട്, സാക്ഷിമൊഴികളുണ്ട്, അത് അനുബന്ധ തെളിവുകളെല്ലാം ഉണ്ട്. അതിൽ പ്രധാനമായും ഇതിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് NM വിജയന്റെ ഡയറി കുറിപ്പുകൾ ഉൾപ്പെടെ IC ബാലകൃഷ്ണൻ MLA-ക്കും NDFനും KK ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും അർബൻ ബാങ്ക് വഴി സ്വരൂപിച്ച നിയമന അഴിമതി മൂലം, നിയമന പണമിടപാട് മൂലം സ്വരൂപിച്ച തുക വിതരണം ചെയ്തിട്ടുണ്ട് എന്നുള്ള നിർണായകമായ വിവരമാണ്. ഈ വിവരമാണ് ഈ ആത്മഹത്യാക്കുറിപ്പിലുമുള്ളത്. ആത്മഹത്യാക്കുറിപ്പ് മരണ കുറിപ്പായി അല്ലെങ്കിൽ അതൊരു ആത്മഹത്യാക്കുറിപ്പായി പരിഗണിക്കരുത് എന്നായിരുന്നു പ്രതിഭാഗം വാദം. എന്നാൽ അതിനെ എതിർത്തുകൊണ്ട് ഇക്കാര്യങ്ങളുടെ പശ്ചാത്തലം കൂടി സൂചിപ്പിച്ചാണ് പ്രോസിക്യൂഷൻ എതിർത്തിരുന്നത്. അതിൽ പ്രധാനം ഈ കത്തിൽ പരാമർശിച്ച സംഭവങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഡയറിയിൽ ഉൾപ്പെടെ പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും IC ബാലകൃഷ്ണൻ MLA അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തുന്നതിനെ പ്രത്യക്ഷത്തിൽ തന്നെ ഖണ്ഡിക്കുന്ന, എതിർക്കുന്ന വിധത്തിലാണ് ഈ തെളിവുകളും പുറത്തു വരുന്നത്. ഇതിലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വലിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് രൂപ സ്വരൂപിച്ച പണം IC ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ളവർക്ക് നൽകി എന്നത് സംബന്ധിച്ച വിവരങ്ങളെ സാധൂകരിക്കുന്ന, ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളെ സാധൂകരിക്കുന്ന അനുബന്ധ തെളിവുകളാണ് പോലീസ് ഇന്ന് ഹാജരാക്കിയത്. ഏതായാലും മറ്റ് എതിർവാദങ്ങളൊന്നും നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്നതിന്റെ കൂടി ഒരു സാഹചര്യമാണ്. NM വിജയന്റെയും മകന്റെയും മരണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അനൂപാണ് വിവരങ്ങൾ നൽകിയത്.